ലോകം ശാസ്ത്രത്തിൻ്റെ പുതിയ ചക്രവാളങ്ങൾ തേടി കുതിക്കുമ്പോൾ നമ്മളിവിടെ ചാണകത്തിലും ഗോമൂത്രത്തിലും ക്യാൻസർ മരുന്ന് തിരയുന്ന തിരക്കിലായിരുന്നു. വെറുതെ തിരിഞ്ഞതല്ല, സർക്കാർ നൽകിയ 3.5 കോടി രൂപയുടെ പഞ്ചഗവ്യം അകത്താക്കിക്കൊണ്ടുള്ള ഒരു ഹൈടെക് സെർച്ച് ആയിരുന്നു അത്. മധ്യപ്രദേശിലെ നാനാജി ദേശ്മുഖ് വെറ്ററിനറി സയൻസ് യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഈ വിശ്വവിഖ്യാതമായ ഗവേഷണത്തിൻ്റെ കഥ കേട്ടാൽ ക്യാൻസർ പോകട്ടെ, സാമാന്യ ബുദ്ധി പോലും ഒന്ന് വിറക്കും. 2011 സംഭവം. ചാണകം കൊണ്ട് ക്യാൻസർ മാറ്റുമെന്ന് ഗവേഷകർ സർക്കാരിനെ വിശ്വസിപ്പിച്ചു. വിശ്വാസം അതല്ലേ എല്ലാം. 8 കോടി ചോദിച്ചു, 3.5 കോടി കിട്ടി. പക്ഷേ 10 വർഷം കഴിഞ്ഞിട്ടും ക്യാൻസർ മരുന്ന് കണ്ടുപിടിച്ചില്ലെന്ന് മാത്രമല്ല, ചാണകത്തിൻ്റെയും ഗോമൂത്രത്തിൻ്റെയും പേരിൽ നടന്നത് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ധൂർത്താണെന്ന് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരിക്കുകയാണ്. സത്യമായിട്ട് ഞങ്ങൾക്കൊന്നും അറിയില്ല സാറേ. ക്യാൻസറിനുള്ള മരുന്നുണ്ടാക്കാനെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. നമുക്ക് കണക്കുകളൊന്ന് നോക്കാം. ഏറിപ്പോയാൽ ലക്ഷങ്ങൾ മാത്രം വില വരുന്ന ചാണകത്തിനും ഗോമൂത്രത്തിനുമായി ഇവർ എഴുതി ചേർത്തത് 1,92,00,000 രൂപ. ഇത് എവിടുത്തെ ചാണകമാണെന്ന് മാത്രം ചോദിക്കരുത്. ഒരുപക്ഷെ ഇതിൽ സ്വർണം അടങ്ങിയിട്ടുണ്ടെന്ന് ഇവർ വിശ്വസിച്ചു കാണും. ഗവേഷണത്തിന് ആധുനിക യന്ത്രങ്ങൾ വാങ്ങാനായി കോടികൾ എഴുതിയെടുത്തു. പക്ഷേ അന്വേഷണ സംഘം നോക്കുമ്പോൾ കണ്ടത് വെറും പാത്രങ്ങളും ഫർണിച്ചറുകളും മാത്രം. ഗവേഷണം വെറും ലബോറട്ടറിയിൽ ഒതുങ്ങി നിന്നില്ല. ചാണകത്തിൻ്റെ ഗുണം മനസ്സിലാക്കാൻ ശാസ്ത്രജ്ഞർക്ക് ഇടയ്ക്കിടെ ഗോവയിലേക്കും ബാംഗ്ലൂരിലേക്കും പോകേണ്ടി വന്നു. അതും വെറും ബസ്സിലൊന്നുമല്ല, 23-ൽ പരം വിമാനയാത്രകൾ. പോരാത്തതിന് ഗവേഷണത്തിൻ്റെ ഭാഗമല്ലാത്തൊരു 7,00,000 കാറും. അതിൻ്റെ ഇന്ധനത്തിനും അറ്റകുറ്റപ്പണികൾക്കുമായി മറ്റൊരു 7,00,000 വേറെ. ചാണകത്തെക്കുറിച്ച് പഠിക്കാൻ കാർ എന്തിനാണെന്ന് ചോദിക്കരുത്, അത് ശാസ്ത്രമാണ്. പാവം തൊഴിലാളികൾക്ക് ശമ്പളം കൊടുത്ത വകയിൽ ലക്ഷങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ അവർക്ക് അതും കിട്ടിയിട്ടില്ല. ചുരുക്കത്തിൽ ക്യാൻസർ മരുന്ന് വന്നില്ലെങ്കിലും ഗവേഷകരുടെ സാമ്പത്തിക രോഗങ്ങളെല്ലാം ഈ 3.5 കോടി കൊണ്ട് ഭേദമായിട്ടുണ്ട്. ശാസ്ത്രത്തെ വിശ്വാസത്തിൻ്റെ മറവിൽ ദുരുപയോഗം ചെയ്യുന്ന ഇത്തരം ബിരുദന്മാരെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ചാണകത്തിലാണോ അതോ ഇത്തരം അഴിമതിയിലാണോ ക്യാൻസറിനേക്കാൾ വലിയ വിഷമുള്ളത്? വീണ്ടും കാണാം.